ഫസ്റ്റിൽ തന്നെ നമുക്കൊരു ലെസണാണ് നൽകിയിട്ടുള്ളത്. ലെസൻ്റെ നെയിമാണ് ഹോങ്ക് ഹോങ്ക് ടൂറ്റ് ടൂറ്റ് എന്നത്. ഇവിടെ ഹോങ്ക് ഹോങ്ക് എന്ന് പറയുന്നതും ടൂറ്റ് ടൂറ്റ് എന്ന് പറയുന്നതും ബസ്സിൻ്റെയോ കാറിൻ്റെയോ ഒക്കെ ഹോണിൻ്റെ ശബ്ദത്തിനെയാണ് ഇവിടെ ഹോങ്ക് ഹോങ്ക് ടൂറ്റ് ടൂറ്റ് എന്ന് അർത്ഥമാക്കുന്നത്. താഴെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. പിക്ചറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്? റോഡിന് മുകളിലൂടെ ഒരു ബസ്സും ഒരു കാറും കടന്നു പോകുന്നു. ബസ്സിനെയും കാറിനെയും കുറിച്ചാണ് ഈ ലെസണിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ലെസൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പേജിൽ ഒരു റോഡിലൂടെ ഒരു ബ്ലൂ ബസ് കടന്നു വരുന്നു അല്ലേ. ഇനി അവിടെ കൊടുത്തതൊന്ന് നോക്കാം. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്, ദ ബസ് ഈസ് ബിഗ്. എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ ബസ്, ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്, ബ്ലൂ കളറുള്ള ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്, ബസ് വലുതാണ്. ദിസ് ഈസ് എ ബസ്, ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്, ദ ബസ് ഈസ് എ ബിഗ്, ബ്ലൂ കളറുള്ള ബസ്സാണ്. ബസ് ചെറുതാണോ? അല്ല, ബസ് വലുതാണ്. അടുത്തത് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്താണ് ബസ്സിൻ്റെ കളർ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ബസ്സിൻ്റെ നിറം? ബ്ലൂ കളറാണല്ലേ. അപ്പം പറയുക ബ്ലൂ കളർ, ബ്ലൂ ബസ്സാണ്. അപ്പം ബ്ലൂ ബസ്. അടുത്ത പേജിൽ കാണുന്നത് റോഡിലൂടെ ഒരു കാറ് വരുന്നതാണല്ലേ. ഇനി അവിടെ കൊടുത്തതൊന്ന് വായിക്കാം. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ, ദ കാർ ഈസ് സ്മോൾ. ദിസ് ഈസ് എ കാർ, ഇതൊരു കാറാണ്. എ റെഡ് കാർ, റെഡ് കളറുള്ള ഒരു കാറാണ്. ദ കാർ ഈസ് സ്മോൾ, കാറ് ചെറുതാണ്. നേരത്തെ ബസ് ബിഗ് ആയിരുന്നു, ഇവിടെ കാറോ സ്മോൾ. ബസ്സിനേക്കാൾ കാറ് ചെറുതാണല്ലേ. അതാണ് ദ കാർ ഈസ് സ്മോൾ എന്ന് പറയുന്നത്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് കാറിൻ്റെ നിറം എന്നാണ് ഇവിടെയും ചോദിക്കുന്നത്. എന്താണ് കാറിൻ്റെ നിറം? റെഡ് കളർ അല്ലേ. അപ്പം റെഡ് കളർ എന്ന് പറയാം. അടുത്ത പേജിൽ ബസ് പറയാണ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. ഐ ആം എ ബസ്, ഞാനൊരു ബസ്സാണ്. ഐ ആം എ ബസ്, ഞാനൊരു ബസ്സാണ്. ഹോങ്ക് ഹോങ്ക് ബസ്, ഹോങ്ക് ഹോങ്ക് ബസ് എന്ന് പറയുന്നത് ബസ്സിൻ്റെ ഹോണിൻ്റെ ശബ്ദത്തെയാണ്. അപ്പോൾ ഹോങ്ക് ഹോങ്ക് ബസ്, ഞാനൊരു ഹോങ്ക് ഹോങ്ക് ബസ്സാണ്. പിന്നെ ദ ബ്ലൂ ബസ് ഓൺ ദ റോഡ്, ബ്ലൂ ബസ് ഓൺ ദ റോഡ്, ബസ് റോഡിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. വേർ ഈസ് ദ ബസ് ഗോയിങ്? എങ്ങോട്ടാണ് ബസ് പോകുന്നത്? ബസ് എങ്ങോട്ടാണ് പോകുന്നത്? റോഡിന് മുകളിലൂടെ ബസ് പോകുകയാണ്. ബസ് വേണമെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു എന്നും അതോ പാർക്കിങ്ങിന് പോകുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അടുത്ത പേജിൽ കാറ് പറയുകയാണ്. ഐ ആം എ കാർ, ഐ ആം എ കാർ, ടൂട്ട് ടൂട്ട് കാർ. ഐ ആം എ കാർ, ഞാനൊരു കാറാണ്. ഐ ആം എ കാർ, ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാർ, ടൂട്ട് ടൂട്ട് കാറാണല്ലേ. നേരത്തെ ബസ് ഹോങ്ക് ഹോങ്ക് ബസ്സായിരുന്നു, ഇവിടെ ടൂട്ട് ടൂട്ട് കാറാണ് അല്ലേ. പിന്നെ ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്, റെഡ് കാർ റോഡിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്, റെഡ് കാർ റോഡിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഈസ് ദ കാർ ഗോയിങ്? എങ്ങോട്ടാണ് കാർ പോകുന്നത്? കാർ എങ്ങോട്ടാണ് പോകുന്നത്? കാറ് വീട്ടിലോട്ട് പോകുന്നു അതോ ഷോപ്പിങ്ങിന് പോകുന്നു ഒക്കെ നമുക്ക് ഇവിടെ പറയാവുന്നതാണ് കേട്ടോ. അടുത്ത പേജിൽ ബസ് പറയുകയാണ്. ഐ ഹാവ് എ ഹോൺ, ഹോങ്ക് ഹോങ്ക് ഹോൺ. ഐ ഹാവ് എ ഹോൺ, എനിക്ക് ഒരു ഹോൺ ഉണ്ട്. ഹോങ്ക് ഹോങ്ക് ഹോൺ, ഹോങ്ക് ഹോങ്ക് ഹോണാണ്. ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ് സൗണ്ട്സ് ഹോങ്ക് ഹോങ്ക്. ദ ബസ് ഹാസ് എ ഹോൺ, ബസ്സിനൊരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ്, ബസ്സിൻ്റെ സൗണ്ട് ഓൺ ഹോങ്ക്, ഹോങ്ക് ഹോങ്ക് എന്നാണ് ബസ്സിൻ്റെ ഹോണിൻ്റെ സൗണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഒരു ഹോണേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ബസ്സിന് സാധാരണ ഒരു ഹോണേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പം ഒരു ഹോണേ ഉള്ളൂ എന്നാണ്. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്, ബസ്സിൻ്റെ അതർ പാർട്സ്, അതായത് ബസ്സിന് വേറെ എന്തെല്ലാമാണ് ഉള്ളത്. അതായത് ബസ്സിന് ഹോണ്, ലൈറ്റ്, ടയറ്, സീറ്റ്, ഗിയർ, ഡോറ്, ഇതെല്ലാം ബസ്സിനുണ്ടല്ലേ. അപ്പോൾ അടുത്ത പേജിൽ കാറ് പറയുകയാണ്. ഐ ഹാവ് എ ലൈറ്റ്സ്, വൈറ്റ് വൈറ്റ് ലൈറ്റ്സ്. എനിക്കൊരു ലൈറ്റ് ഉണ്ട്, വൈറ്റ് വൈറ്റ്
ലൈറ്റാണ്, അതായത് വെള്ള കളറുള്ള ലൈറ്റാണ് ഉള്ളത് എന്നാണ് കാർ ഇവിടെ പറയുന്നത്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റ് ഉണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്. ദേ ആർ വൈറ്റ്. ലൈറ്റിൻ്റെ നിറം വൈറ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ദ കാർ ഹാസ് മെനി പാർട്സ്, ക്യാൻ യു നെയിം ദം? ദ കാർ ഹാസ് മെനി പാർട്സ്. കാറിന് ഒരുപാട് പാർട്സുകളുണ്ട്. ക്യാൻ യു നെയിം ദം? അവ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്, ഞാൻ വളരെ വേഗത്തിൽ പോകുന്നു എന്ന് ബസ് പറയുന്നു. ഇവിടെ കാറും പറയുകയാണ് മീ ടു, ഞാനും വളരെ വേഗത്തിൽ പോകുന്നു എന്നാണ് കാറ് പറയുന്നത്. അവിടെ ആരോ ഹേയ് എന്ന് വിളിക്കുന്നുണ്ട്. ആരാ നമുക്ക് നോക്കാം കേട്ടോ. ദ ബസ് റൺസ് ഫാസ്റ്റ്, ദ കാർ റൺ ഫാസ്റ്റ്. ഇവിടെ പറയാണ് ദ ബസ് റൺസ് ഫാസ്റ്റ്, ബസ് വേഗത്തിൽ പോകുന്നു. ദ കാർ റൺസ് ഫാസ്റ്റ്, കാറും വേഗത്തിൽ പോകുന്നു എന്നാണ് പറയുന്നത്. താഴെ ക്വസ്റ്റ്യൻ. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്, ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും വളരെ വേഗത്തിലാണ് പോകുന്നത്, ഇത് ശരിയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ബസ് പറയാണ് ഹോങ് ഹോങ്, ഹേ കാർ ഗേവ് വേ. ഹോങ് ഹോങ് ഹോൺ അടിച്ചിട്ട് ബസ് കാറിനോട് പറയാണ് കാറെ വഴി മാറിത്താ, ഞാൻ പോകട്ടെ എന്നാണ് ഇവിടെ ബസ് പറയുന്നത്. ഇവിടെ പോലീസുകാരൻ പറയാണ് സ്റ്റോപ്പ്, ഷോട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസുകാരൻ പറഞ്ഞു ബസ്സിനോട് നിർത്താൻ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ബസ് നിർത്തുന്നില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്, കാറും പോലീസുകാരൻ സ്റ്റോപ്പ് പറഞ്ഞിട്ടും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ്. ഇവിടെ ഒരു പോലീസുകാരൻ ഒരു കരടിയാണല്ലേ, ബിയർ. കാറ് പറയുകയാണ് ടൂട്ട് ടൂട്ട് യു മൂവ്. ടൂട്ട് ടൂട്ട് ഹോൺ അടിച്ച് കാറ് ബസ്സിനോട് പറയാണ് നീ മാറിക്കോ, ഞാൻ പോകട്ടെ എന്നാണ് കാറ് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ നൗ, ഇവിടെ ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട് അല്ലേ, അപ്പം ദർ വിൽ ബി ആൻ ആക്സിഡൻറ്റ് എന്നും പറയാട്ടോ. നെക്സ്റ്റ് പേജിൽ ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു, ഒരു ക്രാഷ് ആയല്ലേ. ദ ബസ് ആൻഡ് ദ കാർ ഹേറ്റ് ഈച്ച് അതർ, അവർ ബസ്സും കാറും തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചു അല്ലേ. ദ ബസ് ആൻഡ് ദ കാർ ഹേറ്റ് ഈച്ച് അതർ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേർ ഈസ് ദ പോലീസ് ഓഫീസർ, പോലീസ് ഓഫീസർ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. പോലീസ് ഓഫീസർ എവിടെയാണ്? ഈ ബസ്സിൻ്റെയും കാറിൻ്റെയും അരികിലുണ്ടല്ലേ, നിയർ ദ ബസ് ആൻഡ് കാർ, ബസ്സിൻ്റെയും കാറിൻ്റെയും അരികിലാണ്. വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു, ഇനി എന്താണ് പോലീസ് ഓഫീസർ ചെയ്യുക? എന്താ പോലീസ് ഓഫീസർ ചെയ്യുക ഇനി? ഹി വിൽ ടേക്ക് ആക്ഷൻ അല്ലേ, പോലീസ് ഓഫീസർ രണ്ടു പേർക്കിടയിലും ആക്ഷൻ എടുക്കും അല്ലേ. നെക്സ്റ്റ് പേജിൽ ബസ് പറയാണ് ഹൗച്ച് മൈ ഹോൺ, ഹൗ ഓ എൻ്റെ ഹോണ് എന്നാണ് ബസ് പറയുന്നത്. ഇവിടെ കാറും പറയുകയാണ് ഹോ മൈ ലേറ്റ്, കാറ് പറയുന്നത് ഹോ മൈ ലേറ്റ്, എൻ്റെ ലേറ്റ്. അപ്പോൾ ബസ്സിൻ്റെ ഹോണിന് എന്തോ സംഭവിച്ചു, കാറിൻ്റെ ലേറ്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഹോൺ ഫിൽ ഡൗൺ, ബസ്സിൻ്റെ ഹോണ് താഴെ വീണു അല്ലേ. ദ ഹോൺ ഫിൽ ഡൗൺ, ഇവിടെ കണ്ടോ ബസ്സിൻ്റെ ഹോണ് താഴെ വീണ് കിടക്കുകയാണ് അല്ലേ. ദ കാർ ഈസ് ലേറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലേറ്റ് താഴെ വീണു, അതാണ് ദ കാർ ഈസ് ലേറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലേറ്റും പോയിട്ടുണ്ട് അല്ലേ. അതാണ് അവിടെ രണ്ടുപേരും ഹൗസ് മൈ ഹോൺ, ഹൗസ് മൈ ലേറ്റ് എന്ന് പറയുന്നത്. താഴെ ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ ടു ദ ബസ്, ബസ്സിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ബസ്സസ് ഹോൺ ഫെൽ ഡൗൺ, ബസ്സസ് ഹോൺ ഫെൽ ഡൗൺ എന്ന് പറയാം, ബസ്സിൻ്റെ ഹോണ് താഴെ ചാടി. അടുത്തത് വാട്ട് ഹാപ്പൻ ടു ദ കാർ, കാറിന് എന്താണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാം കാർ ലേറ്റ്സ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലേറ്റ് താഴെ വീണു. ഇവിടെ ബസ് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ബസ് കാറിനോട് പറയാണ് നിൻ്റെ ഭാഗത്താണ് തെറ്റ്, അതായത് നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് സംഭവിച്ച് തെറ്റ് പറ്റിയത് എന്നാണ് ബസ് കാറിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന്. ഇവിടെ കാറ് പറയാണ് നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നിൻ്റെ ഭാഗത്താണ് തെറ്റ്, നീ കാറിനാണ് ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് കാറ് ബസ്സിനോട് പറയുകയാണ്. നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന്. ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, ബസ് ദേഷ്യത്തിലാണ്. ദ ബസ് ഈസ് ആംഗ്രി എന്ന് പറയുന്നത് ബസ് ദേഷ്യത്തിലാണ് പറയുന്നത്. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്.
ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് വൈ ഈസ് ദ ബസ് ആംഗ്രി, എന്തിനാണ് ബസ് ദേഷ്യപ്പെടുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ പറയാം ബസ് ഇസ് ഹോൺ ഫെൽ ഡൗൺ, ബസ്സിൻ്റെ ഹോണ് താഴെ വീണിട്ടാണ് ബസ് ദേഷ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വൈ ഈസ് ദ കാർ ആംഗ്രി, എന്തിനാണ് കാർ ദേഷ്യപ്പെടുന്നത് എന്നാണ് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാറിൻ്റെ എന്താണ് പോയത്, കാറിൻ്റെ ലൈറ്റ്സ്. അപ്പോൾ ലൈറ്റ്സ് ഡൗൺ ഫെൽ ഡൗൺ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് പേജിൽ ഇവിടെ പോലീസുകാരൻ പറയുകയാണ് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എന്ന്. ബസ്സിനോട് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എന്ന് പോലീസുകാരൻ പറയുകയാണ്. നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ബസ്സിനോട് പറഞ്ഞു. അപ്പോൾ ബസ് പറയുകയാണ് ഐ ആം സോറി സാർ, എന്നോട് ക്ഷമിക്കണം എന്നാണ് ബസ് പറയുന്നത്. പോലീസുകാരൻ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു എന്ന് കാറിനോടും പറയുന്നുണ്ട്. നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് പോലീസുകാരൻ കാറിനോട് പറയുന്നത്. അപ്പോൾ കാർ എന്താണ് പറയുന്നത്, സോറി സാർ, എന്നോട് ക്ഷമിക്കണം എന്ന് കാറും തിരിച്ച് പോലീസുകാരനോട് പറയുന്നു. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്, ആരാണ് മിസ്റ്റേക്ക് കാണിച്ചത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് പറയുക, രണ്ട് ഭാഗത്തും തെറ്റുണ്ടല്ലേ, ബസ്സിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, കാറിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം ബോത്ത് ഓഫ് യു, രണ്ടാളും തെറ്റുകാരാണ് ഇവിടെ. വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ, എന്താണ് പോലീസ് ഓഫീസർ പറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോലീസുകാരൻ എന്താണ് പറയുന്നത്, പോലീസുകാരൻ ദിസ് ദെയർ മിസ്റ്റേക്ക്, രണ്ടുപേരും തെറ്റാണ്, ബോത്ത് ഓഫ്, രണ്ടുപേരും തെറ്റുകാരാണെന്ന് പോലീസുകാരൻ പറയുന്നു. നെക്സ്റ്റ് പേജിൽ ഹിയർ ഈസ് യുവർ ഹോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മങ്കി ബസ്സിന് ഹോണ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ. ഹിയർ ഈസ് ഹോൺ എന്ന് പറഞ്ഞിട്ട് മങ്കി വെച്ച് കൊടുക്കും, ബസ്സിൻ്റെ ഹോണ് ഇതാ എന്ന് പറഞ്ഞിട്ടാണ് മങ്കി ഹോണ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ. ഇനി അടിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഹെൽപ്സ് ദ ബസ്, ആരാണ് ബസ്സിനെ ഹെൽപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ബസ്സിനെ ഹെൽപ്പ് ചെയ്തത് ഒരു മങ്കിയാണല്ലേ, പിക്ചറിൽ കാണാം ഒരു മങ്കിയാണ് ബസ്സിന് ലൈറ്റ് വെച്ച് കൊടുക്കുന്നത് അല്ലേ. അപ്പം മങ്കി എന്ന് പറയാം. ഹൗ ഹെൽപ്സ് ദ കാർ, കാറിനെ ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നെക്സ്റ്റ് പേജിൽ കാണാം ഒരു കൗ വന്നിട്ട് ഹിയർ ഈസ് യുവർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് കാറിന് വെച്ച് കൊടുക്കുകയാണല്ലേ. അപ്പം കാറിനെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തത് ഒരു കൗ ആണ്. താഴെ കൊടുത്തിട്ടുണ്ട് ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദ ഹോൺ ഈസ് റെഡി, ബസ്സിൻ്റെ ഹോണ് ശരിയായി. ദ ലൈറ്റ് ഈസ് റെഡി, കാറിൻ്റെ ലൈറ്റും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി, ബസ്സും കാറും ഹാപ്പിയായി എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പേജിൽ താങ്ക് യു സാർ എന്ന് കാറ് പറയുന്നു. ഇവിടെ ബീർ എന്ന പോലീസുകാരൻ പറയുന്നു ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്നാണ് ബീർ പറയുന്നത് അല്ലേ. ബീറാണ് പോലീസുകാരൻ. ബീർ പറയാണ് രണ്ടുപേരോടും ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന്. അവിടെ ബസ് പറയാണ് ബൈ സാർ എന്ന് പറയാണ് ബസ്. താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ, ഇനി അവർ വേഗത്തിൽ പോകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈ ഭാഗം ഇവിടെ തീരുകയാണ്. ഇനി നെക്സ്റ്റ് പേജിൽ ഒരു കവിതയും കൊടുത്തിട്ടുണ്ട്, ഇതും കൂടി റീഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ട്രീസ് ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, ഗ്രീൻ ട്രീസിനോട് പറയാണ് പച്ചയിലകളെ നിങ്ങൾ നല്ല നൈസാണ്, ഭംഗിയാണ് കാണാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ആം സോ ഹാപ്പി ടു സീ ഓൾ, ഐ ആം സോ ഹാപ്പി, ഞാൻ വളരെ സന്തുഷ്ടനാണ്, ടു സീ യു ഓൾ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ബ്ലൂ ബേഡ്സ് യു ആർ സോ നൈസ്, ബ്ലൂ കളറുള്ള പക്ഷികളെ യു ആർ സോ നൈസ്, നിങ്ങൾ നല്ല ഭംഗിയാണ് കാണാൻ. ഐ ആം സോ ഹാപ്പി ടു സീ ഓൾ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ, ഐ ആം സോ ഹാപ്പി, ഞാൻ സന്തുഷ്ടവാനാണ്, ടു സീ ഓൾ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എന്നാണ്. കുറച്ച് കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നും കൂടി വായിക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ, ബ്ലൂ ബേഡ്സ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ എന്നാണ് കവിത അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.